ഫ്രണ്ട്സ്, അപ്പം ഞങ്ങൾ വയനാട് ട്രിപ്പ് പോവുകയാണ്. അപ്പോൾ പെട്ടെന്നുണ്ടായ ട്രിപ്പാണ്. അപ്പം നമുക്ക് വയനാട് പോയി വരാം. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ വയനാട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞങ്ങളപ്പം എൻ്റെ പെങ്ങള്, അളിയന്, കുട്ടികൾ, ഞങ്ങളെല്ലാവരും ഒരുമിച്ചാണ് പോണത്. അപ്പം ഞങ്ങൾ താമരശ്ശേരി ചുരം വഴിയാണ് പോണത്. ഞങ്ങളവിടെ ജസ്റ്റ് ഒന്ന് ഇറങ്ങി. അപ്പോഴാണ് ഈ കുരങ്ങന്മാരൊക്കെ കണ്ട് ഫോട്ടോ എടുത്തത്. പക്ഷെ അവിടെ അധികം നിൽക്കാൻ കഴിഞ്ഞില്ല. അപ്പോഴത്തേന് പോലീസുകാരൊക്കെ വന്ന് നമ്പറൊക്കെ എഴുതി എടുക്കുന്നുണ്ട് എല്ലാ വണ്ടിൻ്റെയും. അപ്പം ഞങ്ങൾ വേഗം പോകുന്നു. അപ്പോൾ ഫ്രണ്ട്സ്, ഞങ്ങൾ ബാനാസുര എത്തി. ബാനാസുര ഡാമിൻ്റെ അടുത്ത് കൂടെ ഞങ്ങൾ പോണത്. പക്ഷേ അതിൻ്റെ വ്യൂ കിട്ടിയില്ല. അതിപ്പോൾ അവിടെ അടുത്തുള്ളൊരു വേറെ ഡാമാണ്. ഒരു ഭാഗമാണത്. ഒരുപാട് ഏരിയ ഇല്ലേ ഫ്രണ്ട്സ്, അപ്പോൾ എല്ലാവരും ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ ഫ്രണ്ട്സ്, ഞങ്ങളവിടെ എത്തി. ഇവിടെ ആരുമില്ലെന്നാണ് പറഞ്ഞിനിയത്. ഞങ്ങളവിടെ നോക്കാൻ ഒരാളൊക്കെ ഏൽപ്പിച്ചിരിക്കണം. അപ്പോൾ അയാൾ മാത്രമേ ഉണ്ടാവുള്ളൂ എന്നൊക്കെ പറഞ്ഞിനി. അപ്പോൾ ഇതാണ് വീട്. ഞങ്ങളവിടെ ചെന്നപ്പോൾ അവിടെ ഇവിടെ അടുത്ത് തന്നെ റിസോർട്ട്. അപ്പം അതിന് വന്ന പണിക്കാരൊക്കെ ഭക്ഷണം കഴിക്കാൻ വേണ്ടി അവിടെ വന്നിനി. അപ്പം ഫ്രണ്ട്സ്, ഇതാണ് ആ വീട്. ഇവിടെ ചെറിയ നല്ല അടിപൊളി വീടാണ്. അപ്പം ഇതിൻ്റെ മുന്നിൽ തന്നെ ഉണ്ട് ചോലയും ഒക്കെ. ഇതിൻ്റെ മുന്നിൽ തന്നെയാണ്. അപ്പം എൻ്റെ നാത്തൂൻ്റെ നാത്തൂനും എല്ലാവരും ഉണ്ട്. ഞങ്ങളും എല്ലാവരും പാടെയാണ് പോയത്. അപ്പം ഇതിൻ്റെ മുന്നിൽ അതാണ് ചോല. ഞങ്ങളവിടെ ചെന്ന് ഫസ്റ്റ് ചായയൊക്കെ കുടിച്ച് അവിടെ നോക്കാൻ ഏൽപ്പിച്ചൊരു കാക്കണ്ടിനി. അപ്പം അത് ചായയൊക്കെ ഉണ്ടായി തന്നു. അപ്പം ഫ്രണ്ട്സ്, ആ വീടിൻ്റെ അടുത്ത് തന്നെ നല്ല അടിപൊളി കുളമുണ്ട്. ഇതിപ്പോൾ ഉണ്ടാക്കിയിട്ട് അധികം ഒന്നും ആയിട്ടില്ല, കുറച്ച് ദിവസം ആയിട്ടുള്ളൂ എന്നാണ് പറഞ്ഞത്. ഈ ചോലയിലത്തെ വെള്ളം തന്നെയാണ് ആ കുളത്തേക്കും വരുന്നത്. നല്ല അടിപൊളി കുളം. നല്ല തണുപ്പാണ് അതിലത്തെ വെള്ളമൊക്കെ. എല്ലാവരും എന്തായാലും ഈ കുളത്തേക്ക് ഇറങ്ങി കുളിക്കും പറയുന്നുണ്ട്. ഇച്ചു ഇറങ്ങണം. അപ്പം ഞങ്ങൾ ജസ്റ്റ് ഒന്ന് അവിടെ പോയേക്കാൻ പോയതാണ്. എങ്ങനെ ഉണ്ട് അറിയാൻ വേണ്ടി. നല്ല തണുപ്പാണ്. കാലൊന്നും വെച്ചിട്ട് മഴയായോണ്ടേ. അപ്പം ഫസ്റ്റ് ഞങ്ങൾ പോയപ്പം കാക്കൊന്ന് ചാടി കുളിച്ച് ഞങ്ങൾ വെറുതെ കൂടെ ഒന്ന് കാണാൻ പോയതിന്. അപ്പം കാക്കൂന് കണ്ടപ്പം കുളിച്ചാൻ തോന്നി കുളിച്ചു. പക്ഷെ നല്ല അപ്പം ആളെയാക്ക ഉച്ചക്കൊക്കെ ചോർക്കില്ല കറി ഉണ്ടാക്കാണ്. ഇവിടെ അടുപ്പും ഇതൊക്കെ ഉണ്ട്. ഞങ്ങൾ പൂളി മറിച്ചൊക്കെ ഉണ്ടാക്കി കൊടുന്നീനി. അപ്പം കുട്ടികളൊക്കെ അത് തിന്നാണ്. ഇപ്പം പുറത്ത് നല്ല മഴയാണ്. അപ്പം ആളെയാക്കിയും കാക്കും പുറത്തിരുന്ന് കണ്ട് പൂളി ഇറച്ചിയും കഴിക്കണ്ട്. കുളത്തിലാണ്. അവിടെ ഫുള്ളും മഴയാണ്. നല്ല തണുപ്പാണ്. ഇവള് കുളത്തേക്ക് ഇറങ്ങൂല നിന്നാണ്. ഞാൻ പിടിച്ചിട്ട് ഇട്ട് കുളത്തേക്ക്. ഇപ്പം വിറച്ച് ഒരു പരിവായിക്കണേ ഞാൻ രണ്ടാളും. അപ്പം ഫ്രണ്ട്സ്, ഞങ്ങൾ ഇന്നലെ രാത്രി തന്നെ പോകുന്നത്. ഞങ്ങൾ പോരാനല്ല, ഞങ്ങൾ നിൽക്കാനെന്ന് വിചാരിച്ചിനെ. പക്ഷെ പെരും തണുപ്പും നല്ല മഴയും. അപ്പം അവിടെ നിൽക്കാൻ കഴിയൂല. അതുകൊണ്ട് ഞങ്ങൾ ഇന്നലെ തന്നെ പോകുന്നത്. മഴയാണെങ്കിലും ഞങ്ങൾ ഇന്നലെ ഫുള്ള് അവിടെ പുറത്ത് തന്നെയാണ്. പിന്നെ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയിട്ടില്ല, മഴ ആയതുകൊണ്ട്. ഫോണ് നനയും വിചാരിച്ച് വീഡിയോ ഒന്നും എടുത്തിട്ടില്ല. പക്ഷെ ഇന്നലെ ഞങ്ങൾ ഫുള്ള് അവിടെ ചോല ഉണ്ടിനി, കുളമൊക്കെ ഉണ്ടിനി, ഫുള്ള് അതിൽ തന്നെയാണ് ഞങ്ങള്. പിന്നെന്താ, പിന്നെ ഞങ്ങളിപ്പോൾ അവിടെ പോകാൻ കാരണം വെറുതെ ട്രിപ്പായിട്ട് പോയതല്ല. കാക്കൂനും ഇളയക്കാക്കും അവിടെ പണിയുണ്ട്. അപ്പം അതിൻ്റെ സൈറ്റ് പോയി നോക്കാൻ വേണ്ടി പോയതാണ്. സൈറ്റൊന്നും പോയി നോക്കിയിട്ടില്ല. അളിയൻ പറഞ്ഞ നമുക്കൊരു കമ്മട്ടത്തിലുള്ള അളവൊക്കെ നോക്കാം, സൈറ്റിലേക്ക് പോകണ്ടായിരുന്നു. അതുകൊണ്ട് പിന്നെ ഞങ്ങൾ സൈറ്റിലേക്ക് പോയില്ല. എന്തായാലും ഇന്നലെ അടിപൊളിയേനി. തിരിച്ചിറങ്ങിയത് രാത്രി. അതും വീഡിയോ ഒന്നും എടുത്തിട്ടില്ല, മഴ. ഒന്നാമത് ഈ ആകെ മഴ, മുറ്റത്തേക്ക് ഒന്ന് ഇറങ്ങാൻ. എന്നാലും ഞങ്ങൾ ഇറങ്ങിക്കണം കേട്ടോ. കുളത്തുകൂലിക്കൊക്കെ പോയിക്കണേ. നമ്മൾ നല്ല വൈബേനി. കുട്ടികളൊക്കെ ഞങ്ങൾ പോരോളം ആ ചോലിൽ തന്നെയായിനി. നല്ല രസമുണ്ടായി സംഭവം. പിന്നെ ഞങ്ങൾ ചോറൊക്കെ ഉണ്ടാക്കി ഒക്കെ അവിടെ നിന്ന് തന്നെ ചോറൊക്കെ തിന്ന്. അതൊന്നും എടുത്തിട്ടില്ല. മഴ കാരണം ഫോണൊക്കെ എടുത്ത് ആകെ നനി. അങ്ങനെ മഴ.
പിന്നെ ഞങ്ങൾ പോന്നപ്പം താമരശ്ശേരി എത്തിയപ്പോൾ ചുരത്തിൽ പെരും ബ്ലോക്ക് ഇനി എല്ലാവരും ഉറങ്ങീനി, കാക്കൊക്കെ ഉറങ്ങീനി. ആരുണ്ടേനി ഉറങ്ങാത്ത? ഞാൻ ഉറങ്ങിയിട്ട് കഴിഞ്ഞു. ഞാനും പിന്നെ അളയാക്ക വണ്ടി വിട്ടിന്, അപ്പോൾ അളയാക്കി ഉറങ്ങിയിട്ടില്ലേനി. പിന്നെ എൻ്റെ അടുത്ത് കുട്ടി ഉണ്ടായവിടെ ഉറങ്ങാൻ, അല്ലെങ്കിൽ ഞാൻ ഉറങ്ങിനി, വേറെ വിഷയം. പിന്നെ പിന്നെ അവിടെ പുതിയൊരു റിസോർട്ട് വരുന്നുണ്ട്. അപ്പോൾ ഇത് മറ്റേ വാനാസുര ഡാമില്ലേ, അതിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ്. അവിടുന്ന് ഒരു 4 കിലോമീറ്റർ കഷ്ടിച്ച് അത്ര ഉണ്ടാവുള്ളൂ. കുറച്ച് ഉള്ളിലോട്ട് കയറി പോകണം. അടിപൊളി സ്ഥലമാണ്. അപ്പം ഇന്നത്തെ വീഡിയോ എത്രയുള്ളൂ. മറ്റൊരു വീഡിയോയുമായി പിന്നെ കാണാം. ബൈ.